മൂവ് ചെയ്യുന്നില്ല മാഡം, മൂവ് ചെയ്തില്ല. സ്ലൈഡ് ഷെയറിലല്ല, സാധാരണ സ്ലൈഡ് പോലെയാ കാണുന്നത്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ആ ആദ്യമല്ല. ഇപ്പം ഇപ്പൊ സ്ലൈഡ് ഷെയറിലല്ല. ഇപ്പോഴോ? ഇപ്പൊ കറക്റ്റ് ആയി മാഡം. മാഡം ആ ഒന്ന് അടുത്ത സ്ലൈഡിൽ ലോക്ക് ആക്കുമോ മാഡം? ആ ആ ആ യെസ് മൂവ് മാഡം. ചെയ്തോ? കാണാം 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 മാഡം, ഓക്കെ കാണാം. ഓക്കെ. ആക്ച്വലി നമുക്ക് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ്, റിയലി? ശനിയാഴ്ചകളിൽ കുട്ടികൾ ആണോ? കുറച്ച് പക്ഷെ അവർക്ക് ബേസിക്കലി നമ്മുടെ ക്ലാസ്സസ് റെക്കോർഡഡ് ആണ്. അപ്പം ലൈവായിട്ട് ജോയിൻ ചെയ്യുന്നത് ഒരു ഉം, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഉം. കുട്ടികൾ പക്ഷെ എന്നാലും ഈ വേണേ ഒരു പറയുന്ന 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. വെയിറ്റ് ചെയ്യാൻ വേണം. നമുക്ക് ആ ഇപ്പൊ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രിക്സിന്റെ ക്ലാസ്സുകൾ ഭയങ്കര വാല്യുബിൾ ആണ്. ബിക്കോസ് വി അതെ. ഹാവ് വെരി ലിറ്റിൽ ഫാക്കൽറ്റി നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പം വെരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാഡത്തിനെ പോലൊരു ഫാക്കൽറ്റിയെ നമ്മൾ കിട്ടാനാണ് ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. ബിക്കോസ് മാഡം ഭയങ്കര തിരക്കുള്ള ഒരു മാഡം ആണ്. അപ്പൊ ദ ഹോൾ ഡിപ്പാർട്ട്മെന്റ് നോക്കുന്ന മാഡം ആണ്. ആൻഡ് ഐ നോ ഹൗ അയ്യോ. ബിസി ഗൈനക്കോളജിസ്റ്റ് ക്യാൻ ബി. സോ അതുകൊണ്ട് നമുക്ക് ഒരുപാട്, പക്ഷെ നമ്മൾ നിർബന്ധിക്കാനും പറ്റില്ല മാഡത്തിന്. പക്ഷെ മാഡത്തിന്റെ ക്ലാസ് നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തിരി ട്രൈ ചെയ്തത്. ആൻഡ് ഫൈനലി വി ഗോട്ട് മാഡം ടുഡേ. ഇന്നലെയും മാഡത്തിന് മാക്സിമം നോക്കിയിട്ടും പറ്റിയില്ല എടുക്കാനായിട്ട്. ഇന്നലെ തിയേറ്റർ സോ ആയിരുന്നു. തിയേറ്റർ അതെ കഴിഞ്ഞപ്പോ അതെ, കുറച്ച് ഐ ലേറ്റ് ആയി മീൻ പോയി. ഞാൻ ബിജോൺ സാറിന്റെ അടുത്തും പറഞ്ഞു. സാർ, ഞാൻ പറഞ്ഞു മാഡത്തിന് പുതിയ ആ, പ്രാവശ്യം ബിജോൺ സാർ പറഞ്ഞു എന്തായാലും മാഡത്തിന് ക്ലാസ് കിട്ടും നമുക്ക്, അതുകൊണ്ട് നമുക്ക് ആ, എങ്ങനെയെങ്കിലും വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഐ ആ. എം വെരി ഹാപ്പി. മാഡം ഇപ്പം അഥവാ കുട്ടികൾ ജോയിൻ കുറവാണെങ്കിൽ പോലും ദിസ് വിൽ ബി ഡെഫിനറ്റ്ലി ദേ വിൽ ബി സീയിങ് ദീസ് ക്ലാസ്സസ്. അപ്പൊ ഓക്കെ. അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല. ആൻഡ് ഇപ്പൊ ഉള്ള കുട്ടികൾ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട്. ആൻഡ് ഐ എം വെരി ഷുവർ ദർ വെരി ആ, നമുക്ക് ഭയങ്കര കീനായിരിക്കും. പ്രതീക്ഷയാണ് അവരിൽ നിന്ന് നമുക്കൊരു നല്ല റാങ്ക് കിട്ടണം. ബിക്കോസ് എപ്പോഴും ലാസ്റ്റ് വരെയും ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് അതെ അതെ. അപ്പോഴും റാങ്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് 24 വരെയാണ് ലാസ്റ്റ് ക്ലാസ്സും മാഡത്തിന്റെ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഓക്കെ ഈ ഓക്കെ ഓക്കെ. സീസണിൽ. 17th അല്ലേ? 17th അല്ലേ നമ്മളുടെ? 20 ആ ലാസ്റ്റ് ക്ലാസ് ആണ്. ഡേറ്റ് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല, ഞാൻ മാഡത്തിന് അല്ല, അയച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന്. പരീക്ഷ പരീക്ഷ വരുന്നത് പരീക്ഷ പരീക്ഷ ജൂണോ? ഇപ്പം ജൂണിലാണ് വച്ചിരിക്കുന്നത്. 15-നാണ് വന്നിരിക്കുന്നത്. ഉം, ഉം. അപ്പോൾ അത് ഇനി എന്തെങ്കിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. പ്രാവശ്യം ഓക്കെ. കറക്റ്റായിട്ട് നടക്കും എന്നാണ് പറയുന്നത്. അതെ അതെ സോ അതെ അതെ. ആ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ബേസിക്കലി ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സിൽ വി ഹാവ് 30% ഓഫ് മാർക്സ് ആണ് അതിൽ വരുന്നത്. 30% അല്ല, 30 ക്വസ്റ്റ്യൻസ് വരും അതില്. സോറി, ഞാൻ 30 ഐ വാസ് ക്വസ്റ്റ്യൻസ്. ആ, 30 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. അതിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വന്നാലും വരും വരും. ഉം, 30 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. കിട്ടാൻ എളുപ്പമുള്ള കുറെ ക്വസ്റ്റ്യൻസ് കാണും, ഡിഫിക്കൽട്ട് വരും. ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും കാണും. മിക്കവാറും ബേസിക്സും ഒക്കെ ആയിട്ട് വരും. അതും നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും ലാസ്റ്റ് ആവുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അതെ അതെ അതെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഐ എം വെരി ഹാപ്പി madam joined us today. So madam has a lot of experience in the taking these classes, NEET PG. And since he is so much into clinics ഇപ്പോൾ ഡിഫിക്കൽട്ട് ആണ് മാഡത്തിന്, സ്റ്റിൽ വി ആർ വെരി ഹാപ്പി ടു ഹാവ് മാഡം. ഓക്കെ താങ്ക് യു മാഡം, സ്വപ്ന. നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ആ സ്വപ്ന ഒരു മിനിറ്റ്, ഞാനൊരു കപ്പ് വെള്ളം ഒന്ന് എടുക്കട്ടെ. യെസ് ജസ്റ്റ് മാം, കം. ടേക്ക് യുവർ ടൈം ഓക്കെ മാം. ഓക്കെ ഓക്കെ ഓക്കെ. മാഡം സ്ട്രെയിൻ എടുക്കണ്ട, മാഡത്തിന് പറ്റുന്ന അത്രയും എടുത്താൽ മതി. വി ക്യാൻ കീപ്. ഞാൻ ഇന്നും 6 മണിക്കാ വന്നേ, പക്ഷെ ഇന്ന് ഐ എം ഓക്കെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒ പി കഴിഞ്ഞ് വന്നിട്ട് ഇച്ചിരി ഒ പി കഴിഞ്ഞ് ഞങ്ങളുടെ പുതിയ മെറ്റേണിറ്റി ചൈൽഡ് ബ്ലോക്ക് ഓപ്പൺ ആവുന്ന, ഐ മീൻ പണി ഓക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ വർക്ക് സൈറ്റിലായിരുന്നു ഞാൻ ഇത്ര നേരം. ഓക്കെ ഓക്കെ മാഡം. ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഒന്ന് വെള്ളം ഒന്ന് കുടിച്ചിട്ട് വരാം കേട്ടോ, ഒരു യെസ്. മിനിറ്റ്. സോ ഞാൻ കൂടുതൽ എല്ലാവരും പറയുന്നില്ല, എല്ലാവർക്കും എനിക്ക് ഈച്ച് ആൻഡ് എവറി
പേഴ്സൺ അറിയാം പലരും ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ടാണ് ക്ലാസ് ജോയിൻ ചെയ്യാത്തത്. ബട്ട് ഐ നോ ദേ ആർ വാച്ചിങ് ദിസ് ക്ലാസ്സസ്. റിക്വസ്റ്റ് ഫ്രം യു, നമ്മൾ മാക്സിമം എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പറ്റുന്നിടത്തോളം നിങ്ങൾ ലൈവ് ജോയിൻ ചെയ്യണം. നമുക്കിനി കുറച്ച് ക്ലാസ്സസേ ഉള്ളൂ. അപ്പോൾ എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഡെർമറ്റോളജി ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ റേഡിയോ ഡയഗ്നോസിസും വളരെ നല്ലൊരു ഫാക്കൽറ്റിയാണ്. പിന്നെ ഓർത്തോ എന്നൊക്കെ കഴിഞ്ഞ വർഷം സാറിൻ്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. പല ഇതിനും ഇൻസെറ്റിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നല്ലപോലെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം. അതിപ്പോൾ ആകെ 2 മണിക്കൂർ നേരത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് യൂസ് ആയിട്ടേ വരുവുള്ളൂ. പിന്നെ ഇരുന്ന് ക്ലാസ് കാണുക എന്നൊക്കെ പറയുമ്പോൾ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പം എന്തായാലും നല്ല രീതിയിൽ സ്കോറിങ് കിട്ടുന്നതിന് പ്രതീക്ഷയുണ്ട്. ബിക്കോസ് ഐ നോ ഇത്രയും നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുക. ഈ പരീക്ഷയും അടുത്ത പരീക്ഷയും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കി തരാം. അപ്പോൾ അടുത്ത പരീക്ഷയിലോട്ട് പോയിട്ട് വരൂല, എല്ലാവർക്കും ഇത് തന്നെ കിട്ടും. ഓക്കെ. Good evening. യെസ് മാഡം, യെസ് മാഡം. ഓ ടു മാഡം. Okay. Can you see the? യെസ്, എല്ലാം കാണുന്നുണ്ട് മാഡം, കാണും കേൾക്കുന്നുണ്ട്. Okay. In the PowerPoint. Okay. കാണാമല്ലോ അല്ലേ? യെസ് മാഡം. Okay. Good evening, everyone. And I hope you have all prepared well for your exams. I'm Dr. Reshmi, professor in gynecology, Government Medical College, Thrissur. So, actually, you have 1 more month to prepare. So, gynecology is actually a subject which carries 30% of mark. Individually, OBG 30% of mark ആണ്. മൊത്തം 800 മാർക്സിൽ 200 questions വരുന്നതിൽ. So, as you can see the distribution, I'm sure all of you, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയായിരിക്കും. ജനറൽ മെഡിസിൻ ഇൻക്ലൂഡിങ് ഡെർമറ്റോളജി ആൻഡ് സൈക്കാട്രി ആണ് 45 മാർക്സ്. അപ്പോൾ നിങ്ങൾ ഡെർമറ്റോളജിയിലും സൈക്കാട്രിയിലും കുറച്ച് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഷ്വലി ഗെറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ കിട്ടും. അതേപോലെ തന്നെയാണ് സർജറി ഇൻക്ലൂഡിങ് ഓർത്തോ, അനസ്തീഷ്യ ആൻഡ് റേഡിയോ ഡയഗ്നോസിസ്. വേറെ OBG വരുമ്പോൾ OBGയിൽ മാത്രം 30 ക്വസ്റ്റ്യൻസ് വരും. ഇത് കൂടാതെ ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും മെറ്റേണൽ മോർട്ടാലിറ്റി അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ ഹെൽത്ത് ഇൻഡീസസ് ക്വസ്റ്റ്യൻസ് കുറേ എണ്ണം OBG ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നമുക്ക് എന്തായാലും ഗൈനൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കുറച്ച് മാർക്ക് ഈ OBGന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ലൈഡ്സ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ സ്വപ്ന? യെസ് മാഡം, സ്ലൈഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ബിഫോർ പ്രൊസീഡിങ്, ആരെങ്കിലും മലയാളത്തില് ഫ്ലുവൻ്റ് അല്ലാത്തവരുണ്ടോ? ഞാൻ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഓർ ഷുഡ് ഐ മൂവ് ഓൺ ടു ഇംഗ്ലീഷ്? ഇല്ല, കുഴപ്പമില്ല മാഡം, കുഴപ്പമില്ല, എല്ലാവരും മലയാളികളാണല്ലോ അല്ലെ? ഒരു ബാച്ചില് മലയാളം അറിയാത്ത ആരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം. അതാ. ഓക്കെ. സോ നമ്മുടെ ടോപ്പിക്സ് ഇങ്ങനെയാണ്. കൂടുതലും ബേസിക് സയൻസ്, അതിൽ അനാറ്റമി, ഫിസിയോളജി, ദെൻ ഏർലി പ്രഗ്നൻസി, ഇംപ്ലാന്റേഷൻ, എംബ്രിയോളജി, കാരണം അതുപോലെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ പ്രഗ്നൻസി. ഈ ഒരു ഫസ്റ്റ് ഫ്യൂ ടോപ്പിക്സ് പലപ്പോഴും നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് സമയത്ത് അങ്ങനെ ഒന്നിലെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ കാര്യമായി പഠിച്ചിട്ടുണ്ടാവില്ല ആ ഭാഗങ്ങൾ. അപ്പോൾ അതിലെ ചില പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആ ജസ്റ്റേഷണൽ ഏജ് അങ്ങനത്തെയൊക്കെ. അതുപോലെ ബേസിക് സയൻസ് അനാറ്റമി ഫിസിയോളജിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏർലി പ്രഗ്നൻസി ആൻഡ് കോംപ്ലിക്കേഷൻ. നമ്മൾ കൂടുതൽ OBG പഠിക്കുമ്പോൾ ഫൈനൽ ഇയറിലൊക്കെ പഠിക്കുമ്പോൾ കൂടുതലും 3rd ട്രൈമസ്റ്റർ, ഡെലിവറി, ലേബർ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, GDM അങ്ങനത്തെയൊക്കെ ഫോക്കസ് ചെയ്തായിരിക്കും പഠിക്കുക. പക്ഷെ MCQന് വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ PSC ക്വസ്റ്റ്യനും ഞങ്ങളുടെയൊക്കെ PG എൻട്രൻസിനും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വെയർ ഫ്രം അനാറ്റമി, ഏർലി പ്രഗ്നൻസി ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ പ്രഗ്നൻസി. ഇപ്പോഴും ഫിസിയോളജിക്കൽ, കാരണം ബേസിക്സ് വരും. ഇപ്പൊ എന്താന്ന് വെച്ചാൽ പുതിയൊരു ട്രെൻഡ് മിക്കവാറും കാണുന്നത് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ക്ലിനിക്കൽ ആപ്ലിക്കേഷനുള്ള, ഇപ്പോൾ ഫിസിയോളജിക്കൽ ചേഞ്ചസ് തന്നെ ആയിരിക്കും, പക്ഷെ അത് ക്ലിനിക്കൽ ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പേഷ്യന്റ് വരുന്നു, ടാക്കിക്കാർഡിയ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ട് ഫിസിയോളജിക്കൽ ചേഞ്ചസിന്റെ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അതേപോലെ മെഡിക്കൽ ഡിസോർഡേഴ്സ് ഇൻ പ്രഗ്നൻസി ഹാസ് ഓൾവേസ് ബീൻ ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എന്തായാലും അതിലെ കുറച്ച് കാര്യങ്ങൾ അത് പക്ഷെ കുറേ പേർക്കും ഒരുവിധം അറിയുന്നതായിരിക്കും.
പിന്നെ ഒബ്സ്റ്റട്രിക് കോംപ്ലിക്കേഷൻസ്, ദെൻ പ്രീ ടേം ലേബർ, PPROM, APH ഇമ്പോർട്ടൻ്റ്, അതേപോലെ പോസ്റ്റ്പാർട്ടം ഹെമറേജും ഇമ്പോർട്ടൻ്റ്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒബ്സ്റ്റട്രിക് കോംപ്ലിക്കേഷൻസും APH PPH ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം ദീസ് ആർ ദ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് മെറ്റേണൽ ഡെത്ത്. നമ്മുടെ മെറ്റേണൽ ഹെൽത്ത് ഇൻഡിസസിനെ ബാധിക്കുന്ന ഏതൊക്കെ കണ്ടീഷൻ ഉണ്ടോ ആ കണ്ടീഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതലാണ്. മെക്കാനിസം ഓഫ് ലേബർ ആൻഡ് ഡെലിവറി, അത് ബേസിക്സ് ആണ്. എവറി അണ്ടർ ഗ്രാജുവേറ്റ് ഷുഡ് നോ ദ മെക്കാനിസം ഓഫ് ലേബർ ആൻഡ് ഡെലിവറി എന്നാണ് NMC പറയുന്നത്. ദെൻ മാൽപൊസിഷൻസ്, പ്രസന്റേഷൻസ്, പോസ്റ്റ് പാർട്ടം ഹെമറേജ്, പ്യൂപ്പേറിയം ഇതുപോലെ ഓഫ്റ്റൻ നമ്മൾ ഒന്ന് അധികം, കാരണം തിയറി ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം വരില്ല, പക്ഷെ MCQ വരാം. പ്യൂപ്പേറിയത്തിലെ ചില ടെർമിനോളജി വരാം, അതല്ലെങ്കിൽ പെർസെൻറ്റേജുകൾ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കുറച്ച് ടോപ്പിക്കുകളിൽ നിന്ന് ഒരു കുറച്ച് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ അല്ലെ 1 hour കൊണ്ടോ ഒന്നും എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഓരോന്ന് എടുക്കാം. നിങ്ങൾ ഓരോരുത്തരും ആൻസർ ചെയ്യാനാണല്ലോ അല്ലേ? ആൻസർ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിൽ എന്താ പറയുക, യു ക്യാൻ ആക്ച്വലി, ഒരു മിനിറ്റ്, സോറി. Okay. Okay. So, I will ask the question. You can put your answers in the chat box. സ്ക്രീൻ സ്ലൈഡ് ഷെയർ അല്ല മാഡം, സാധാരണ സ്ലൈഡ് ആണേ. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ ശരിയായോ? ഇപ്പൊ ശരിയായി. ഓക്കെ. So, moving on to physiological changes in pregnancy. All the blood parameters are increased during pregnancy. ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, അത് എപ്പോഴും ചോദിക്കുകയും ചെയ്യും ഇങ്ങനത്തെയൊക്കെ. പ്ലാസ്മ വോളിയം, ടോട്ടൽ ല്യൂക്കോസൈറ്റ്, നമ്പർ ഓഫ് എറിത്രോസൈറ്റ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ആരെങ്കിലും ഉത്തരം പറഞ്ഞോളൂ. എനിവൺ? സ്ലൈഡ് കാണാമോ? കാണാം മാഡം, കാണാം. അവർ ചാറ്റിലിടും മാഡം, അറിയാവുന്നവർ ചാറ്റിലിടും. ഓക്കെ, ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ആൻസർ വാസ് ഡി. പ്ലേറ്റ്ലെറ്റ്സ് ആക്ച്വലി ഡിക്രീസ് ഡ്യൂറിങ് പ്രഗ്നൻസി. എക്സെപ്റ്റ് ആണ്, എല്ലാം ഇൻക്രീസ്ഡ് ആണ്, എക്സെപ്റ്റ് അത് കുറയാണ് ചെയ്യുക. അപ്പോൾ റിമെയിൻസ് വിത്തിൻ നോർമൽ ഏജ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ദ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഡിക്രീസ് ഡ്യൂറിങ് പ്രഗ്നൻസി ആർ. ഏതൊക്കെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് കുറയുന്നത് പ്രഗ്നൻസിയിൽ? ഫാക്ടർ 5, 10, 10, 11. ഒന്ന് ഗസ് ചെയ്യൂ ആരെങ്കിലും. സി 10 and 11, 9 and 12. ലെറ്റ് സി, ഒരാൾ പറഞ്ഞു അല്ലെ, വരുൺ ക. ഓക്കെ, എക്സെപ്റ്റ് ഫാക്ടർ 11 and 13. All are increased during pregnancy. Pregnancy ഒരു ഹൈപ്പർ കോയാഗുലബിൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിൽ ഡി ആണ് ഇപ്പോൾ ഉത്തരം, 11 and 13. So, I think we will move on. Then, early pregnancy changes. Bluish discoloration of the vagina is known as. Bluish discoloration of vagina. Okay. Hedgas, Chadwick, Goodell's and Braxnick sign. അപ്പോൾ സോ എന്തായിരുന്നു ഉത്തരം? ചാഡ്വിക് സൈൻ കറക്റ്റ് ആണ്. ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഇസ് ചാഡ്വിക് സൈൻ. ഗൂഡൽ സൈൻ എന്ന് പറയുന്നത് സർവൈക്കൽ സോഫ്റ്റനിങ് ആൻഡ് കൺജഷൻ. ഹെഗാർഡ് സൈൻ എന്ന് പറയുന്നത് ആ സർവൈക്കൽ ഇസ്ത്മസിന്റെ അവിടെ സോഫ്റ്റനിങ് കംപ്രസിബിൾ ആയിട്ടിരിക്കും. അതൊരു 4 to 6 വീക്സിലെ ഹെഗാർഡ് സൈൻ. ഈ സൈൻസിന്റെ പേരുകൾ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ബ്രാക്സ്നിക്സ് അറിയാലോ അല്ലെ? ബ്രാക്സ്നിക്സ് painless contraction which occurs starting from early pregnancy till late in pregnancy. Lung parameter which is not changed. Correct. We know there are respiratory changes to the respiratory system, cardiovascular system, and hematological system, nervous system. Lung, hematological, cardiovascular, and respiratory system changes are more pronounced. Lung parameters correct change.
അതിൽ ചേഞ്ച് വരാത്ത ലങ് പാരാമീറ്റർ ഏതാണ്? ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. എ, ബി, സി, ഡി. എനിവൺ? സി എന്നാണ് ജോയൽ പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ. ഓക്കെ, അൺചേഞ്ച്ഡ് ഇൻ പ്രഗ്നൻസി, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, റെസ്പിറേറ്ററി റേറ്റ്. അപ്പോൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, റെസ്പിറേറ്ററി റേറ്റ് ചേഞ്ച് ചെയ്യില്ല, വൈറ്റൽ കപ്പാസിറ്റി. ടൈഡൽ വോളിയത്തിന് എന്ത് പറ്റും? അത് ഇൻക്രീസ് ചെയ്യും. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി ഡിക്രീസ് ചെയ്യും. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് ഏർലി പ്രഗ്നൻസിയിൽ കുറഞ്ഞിട്ട് പിന്നെ കൂടും. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, സെയിം ആയിട്ട് നിൽക്കുന്നത് റെസ്പിറേറ്ററി റേറ്റ് ആക്ച്വലി കൂടില്ല. ടാക്കിപ്നിയ വരാൻ പാടില്ല. പക്ഷെ പേഷ്യൻ്റിന് ഒരു ഫീലിംഗ് ഓഫ് ഡിസ്നിയ പോലെ ഉണ്ടാവും, പേഷ്യൻ്റ് ഒരു ബ്രെത്ത്ലെസ്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ റെസ്പിറേറ്ററി റേറ്റ് നോർമൽ ആയിരിക്കും. ഓൾവേസ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 20. മോർ ദാൻ 20, മോർ ദാൻ 24 ഡെഫിനറ്റ്ലി നമ്മൾ ടാക്കിപ്നിയ ആയിട്ട് എടുക്കും. പക്ഷെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്തായാലും കൂടാറില്ല. പക്ഷെ ടൈഡൽ വോളിയം എന്തായാലും കൂടും. അത് കോമ്പൻസേറ്ററി മെക്കാനിസം ആണ്. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി കുറയും. IRV ഡിക്രീസും ചെയ്യും. ഇനി ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ഈ ക്വസ്റ്റ്യൻസ് ഇടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫിസിയോളജി ഒരു പേപ്പറിൽ ടേക്ക് എ പേപ്പർ, ഈ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ പ്രഗ്നൻസി, അനാറ്റമി, ഫിസിയോളജി, ഇതെല്ലാം ഫിസിയോളജിക്കൽ ചേഞ്ചസ്, കാർഡിയോവാസ്കുലർ, റെസ്പിറേറ്ററി, ഇത് ഡിക്രീസ്ഡും ഇൻക്രീസ്ഡും എഴുതി വെക്കുക. അപ്പോഴേ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇരിക്കുള്ളൂ. Then changes occurring in glomerular filtration rate and serum creatinine level in pregnancy. ഇതെപ്പോഴും again renal systemത്തിലും നല്ല ചേഞ്ചസ് വരും. GFR increases and serum creatinine increases. അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, GFR decreases and serum creatinine increases. GFR decreases, serum creatinine decreases. GFR increases, serum creatinine decreases. ജോയൽ അതിന്റെ ഉത്തരവാണോ പറഞ്ഞ? ഡി ആണ്. Glomerular filtration rate increases and serum creatinine decreases. Let us look at the answer. D. Correct ആണ്. കാരണം GFR എന്തായാലും ഇൻക്രീസ് ചെയ്യുന്നത് 50% ഇൻക്രീസ് വരും. അതേപോലെ നിങ്ങൾ ഇത് എഴുതുമ്പോൾ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ആ പെർസെൻറ്റേജും കൂടെ അവിടെ എഴുതി വെച്ച് പഠിക്കുക. പഠിച്ച് അത് അങ്ങനെ ആകുമ്പോൾ തലേദിവസം ഒന്ന് എടുത്ത് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. ഒരു പേപ്പറിൽ റിവിഷൻ നോട്ട്സിൽ ഇത് എഴുതി വെച്ച് പഠിക്കുക. ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റീനൽ പ്ലാസ്മ ഫ്ലോ, അതായത് റീനൽ ബ്ലഡ് ഫ്ലോ 80% ഇൻക്രീസ് ചെയ്യും. ക്രിയാറ്റിനിൻ കുറയും. ആൻഡ് BP ഡ്രോപ്പ് ചെയ്യുന്നത് 10 millimeter mercury സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കുറയും. ബിക്കോസ് ഈവൻ ദോ ദർ ഇസ് എ ഇൻട്രാവാസ്കുലർ വോളിയം ഗെയിൻ ഓഫ് 30 to 50%. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ഇൻ എ നോർമൽ പ്രഗ്നൻസി, അടുത്തതും ഇതേപോലെ പ്രഗ്നൻസിയിൽ വരുന്ന ചേഞ്ചസ് ആണ്. When does the remodeling of the spiral arteries begin? Remodeling, as you know, as the pregnancy conceptus implants the spiral arteries, പോയിട്ട് പ്ലസൻറ്റ പോയിട്ട് യൂട്രസിൽ ഇത് ചെയ്യുമ്പോൾ സ്പൈറൽ ആർട്ടറി റീമോഡൽ ചെയ്യും. എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 6 weeks, 16 weeks, 14 weeks, 12 weeks. Anyone know the answer? ആരും പറഞ്ഞില്ലല്ലോ. എ പറഞ്ഞവരുണ്ട്. 12 weeks ആണ് കേട്ടോ. ആക്ച്വലി ഇത് ഇംപ്ലാന്റ് ചെയ്ത് വന്ന് 12 weeks ആകുമ്പോഴേക്കും റീമോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യും. റീമോഡലിംഗ് ബിഗിൻസ് അറ്റ് 12 weeks. ഇൻവേഷൻ ഓഫ് ദ ആർട്ടറീസ് ബൈ ട്രോഫോബ്ലാസ്റ്റ് ആണ്. അതെന്താ സംഭവിക്കുന്നത് പ്രഗ്നൻസിയിൽ? ലോ ഫ്ലോ ഹൈ റെസിസ്റ്റൻസ് ആണ് യൂഷ്വലി. പ്രഗ്നൻസി ആയ കുട്ടിക്ക് ബ്ലഡ് ഫ്ലോ കിട്ടാനായിട്ട് ഹൈ ഫ്ലോ ലോ റെസിസ്റ്റൻസ് ആവണം. അതാണ് നമ്മുടെ ഹൈ ഫ്ലോ ലോ റെസിസ്റ്റൻസ് ആവണം. 2 stages ആണ്. ആദ്യത്തെ സ്റ്റേജ് ഓഫ് റീമോഡലിംഗ് 12 weeks പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അവിടെ ഇൻവേഷൻ ഓഫ് സ്പൈറൽ ആർട്ടറീസ് അപ് ടു ദ മയോമെട്രിയം വരും. ഇത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, ഒരു 12 to 16 weeks, കംപ്ലീറ്റഡ് ബൈ 16 weeks. ഇവിടെ ഇൻവേഷൻ ഓഫ് ദ എൻഡോവാസ്കുലർ ട്രോഫോബ്ലാസ്റ്റ് ഇൻ ടു ദ ഇൻട്രാമയോമെട്രിയൽ സെഗ്മെന്റ് ഓഫ് ദ സ്പൈറൽ ആർട്ടറി. ഇത് വരുമ്പോഴാണ് സെക്കൻഡ് വേവ് ഓഫ് ഇൻവേഷൻ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് വേവ് ഓഫ് ഇൻവേഷൻ അല്ലെങ്കിൽ ഇനീഷ്യലി തന്നെ ഈ ഒരു ഇംപ്ലാന്റേഷൻ ഇഫ് ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ്, ദാറ്റ് ഈസ് ദ ബേസിക് കോസ് ഓഫ് എ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ, ക്യാൻ എനിവൺ ടെൽ മീ
Can anyone tell me ഒരു ultrasound Doppler change which can be predicted as a predictor of pregnancy-induced hypertension later in development of PIH? അത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ഏത് ഡോപ്ലർ ചേഞ്ച് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിലെ ഏത് ഡോപ്ലർ ചേഞ്ച് ആണ് നമ്മൾ പ്രെഡിക്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? മിഡിൽ സെറിബ്രൽ ആർട്ടറി അല്ല. മിഡിൽ സെറിബ്രൽ ആർട്ടറി അല്ല. സംതിങ് ഡിഫറെന്റ്. ഒരു ഡോപ്ലർ it is actually uterine artery persistence of the diastolic notch, persistent diastolic. അപ്പം സാധാരണ ഈ ഒരു ഇൻവേഷൻ ഒക്കെ കഴിയുമ്പോൾ ലോ ഫ്ലോ ഹൈ റെസിസ്റ്റൻസ് എന്ന് മാറി ലോ റെസിസ്റ്റൻസ് ഹൈ ഫ്ലോ. അപ്പൊ ഡയസ്റ്റളിക്കൊക്കെ ഒട്ടും ഒരു റെസിസ്റ്റൻസ് ഇല്ലാതെ നല്ല ബ്ലഡ് ഫ്ലോ വരും, വളരെ ഹൈ ഫ്ലോ വരും. അപ്പൊ അത് വരുമ്പോൾ ഒരു ഡയസ്റ്റളിക് നോച്ചിങ് വിച്ച് ഇസ് നോർമലി പ്രസന്റ് ഇൻ ദ യൂട്രൈൻ ആർട്ടറി ഡോപ്ലർ വേവ് ഫോം അത് ആബ്സെന്റ് ആവണം. 16 to 24 വീക്സ് ആകുമ്പോഴേക്കും അത് പോകണം. പോയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈ റെസിസ്റ്റൻസ് ഫ്ലോ പെർസിസ്റ്റ് ചെയ്യാണെന്നാണ്. അങ്ങനെ വരും. അപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ നമ്മളിപ്പോൾ ഏർലി ഡയസ്റ്റളിക് നോച്ചിങ് ഉണ്ടെങ്കിൽ that means the placentation is defective and might be the patient is going to develop pregnancy-induced hypertension and maybe IUGR. ഇതിനൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ കൂടെ യൂസ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് കൂടെ ആയിട്ട് ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് ദാറ്റ് സ്കോറിംഗ് സിസ്റ്റം കോൾഡ്? ആർക്കെങ്കിലും അറിയാമോ സ്കോറിംഗ് സിസ്റ്റം? ജെസ്റ്റോസിസ് സ്കോർ എന്നാണ് അതിന് പറയുന്നത്. ജെസ്റ്റോസിസ് സ്കോർ. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. What does a placental cotyledon comprise of? Okay, A, portions of the chorionic plate divided by the cleft, portions of the basal plate divided by the cleft, area supplied by multiple truncal chorionic villi, area supplied by one spiral artery. ഇതാണ് cotyledon എന്ന് പറയുന്നത്. A, B, C, D. B. Okay. So comprised of, very good, portions of the basal plate divided by cleft. ഇതാണ് ഒരു cotyledon. Fetal side ഉണ്ട്, maternal side ഉണ്ട്. What is the uteroplacental blood flow at term? Term ആവുമ്പോൾ normal blood flow, uteroplacental blood flow at term. A, B, C ആണ് ഉത്തരം പറഞ്ഞത്. Yes, that is correct. Varunka, okay, you are correct. The uteroplacental blood flow at term is 500. Enormous blood ആണ് അല്ലേ? Nearly 1 liter, 750 3/4 ലിറ്റർ ബ്ലഡ് ഒരു മിനിറ്റിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. Following the normal vaginal delivery, placenta is delivered by controlled contraction appeared as shown below. ഇത് കണ്ടോ? ആ placenta കണ്ടോ? What is this condition known as? That is placenta succenturiata. Very good, Varunka. It's a single or multiple accessory lobes. Accessory lobes, succenturiate placenta. ഒരു membrane or leash of vessel ഉണ്ടാവും. ബൈലോബ്ഡ് പ്ലസന്റ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലത്തെ രണ്ട് പ്ലസന്റ ആയിരിക്കും. വേറസ് പ്ലസന്റ മെംബ്രെയിനേഷ്യ എന്ന് പറഞ്ഞാൽ ഫുൾ സർഫസ് ഫീറ്റൽ മെംബ്രെയിൻസ് ഫങ്ഷണൽ വില്ല ഉണ്ടാവും. അതൊരു പാട പോലെ ആയിരിക്കും. അത് പ്ലസന്റ ഒരു പാട പോലെ ആയിരിക്കും. മാർജിനേറ്റ എന്ന് പറഞ്ഞാൽ കോറിയോണിക് പ്ലേറ്റ് സ്മോളർ ദാൻ ദ ബേസൽ പ്ലേറ്റ്. പലതരം പ്ലസന്റ ഉണ്ട്. അപ്പം എല്ലാ തരം പ്ലസന്റൽ ഫീച്ചേഴ്സും ഒന്ന് പഠിച്ചു വെക്കുകയും ഒരു നോട്ട് എഴുതി വെക്കുകയും ചെയ്യും. ജസ്റ്റ് പോയിന്റ്സ് മാത്രം മതി. Now we'll go on to another topic, pelvis and fetal skull. Which of the following is false about anthropoid pelvis? Anthropoid എന്തൊക്കെയുണ്ട്? Gynecoid,
ആന്ത്രപ്പോയിഡ്, ആൻഡ്രോയിഡ് ആൻഡ് പ്ലാറ്റിപ്പലോയിഡ്. അപ്പോൾ അതിൽ ആന്ത്രപ്പോയിഡ് പെൽവിസ്, sacral angle more than 90, ischial spines are not prominent, side walls are convergent, long and curved pubic arch. ഇതിൽ ഏതാണ് തെറ്റ് എന്ന് വെച്ചാൽ ആന്ത്രപ്പോയിഡ് പെൽവിസിൽ ഇല്ലാത്ത ഫീച്ചർ ഏതാണ്? ABCD. Anyone answer? Long and curved pubic arch. Side walls converge. Side walls converge ചെയ്യുന്നത് ആക്ച്വലി C ആണ് കറക്റ്റ്. കൺവേർജ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് പെൽവിസിലാണ്. ആന്ത്രപ്പോയിഡിൽ കൺവേർജഡ് ആയിരിക്കില്ല. എന്നാലോ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഗുഡാണ്, നല്ലതാണ്. സേക്രൽ ആംഗിൾ 90 ഡിഗ്രി കൂടുതലായിരിക്കണം, ഇഷ്യൽ സ്പൈൻ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇതിലെ പ്രോബ്ലം ഇസ് ആന്ത്രപ്പോയിഡ് പെൽവിസിൽ ബാക്കിലോട്ടായിരിക്കും സ്പേസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഓക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷനിൽ ആ റിവേഴ്സ് റൊട്ടേഷൻ വന്ന് ഫേസ് ടു പ്യൂബിക് ഡെലിവറി കൂടുതലും ആന്ത്രപ്പോയിഡ് പെൽവിസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആന്ത്രപ്പോയിഡ് പെൽവിസിൽ സ്ട്രെയിറ്റ് സൈഡ് വാൾസ് ആയിരിക്കും, കൺവേർജ് ചെയ്യില്ല. കൺവേർജ് ചെയ്ത് അത് ആൻഡ്രോയിഡ് ആയി. ഈ കാൽവെൽ മൊളോയ് ക്ലാസിഫിക്കേഷൻ ആണ് ഈ പെൽവിസിന്റെ ക്ലാസിഫിക്കേഷൻ: ആന്ത്രപ്പോയിഡ്, ഗൈനക്കോയിഡ്, ആൻഡ്രോയിഡ് ആൻഡ് പ്ലാറ്റിപ്പലോയിഡ്. അതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ പെൽവിസ് ആർ നോട്ട് ഇൻഡിവിജ്വൽ പ്യുവർ ഗൈനക്കോയിഡ്, പ്യുവർ ആന്ത്രപ്പോയിഡ് അല്ല. ഇറ്റ് ഈസ് ഓൾവേസ് എ കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് പെൽവിസ്. ഇതാണ്. ഇത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ. Face to pubis most common in anthropoid. Deep transverse arrest is more common in android. ഗൈനക്കോയിഡിലാണ് നല്ല ഡെലിവറി നന്നായി നടക്കുന്നത്. പ്ലാറ്റിപ്പലോയിഡിൽ എപ്പോഴും ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിലാണ് എൻഗേജ് ചെയ്യുന്നത്. അതൊക്കെയാണ് MCQ ക്വസ്റ്റ്യൻസ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളെ പോലെ നിങ്ങൾ ഇരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇതൊക്കെ MCQ ആയിട്ട് ചോദിക്കാൻ പറ്റുമോ എന്ന് തോന്നണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: An obese woman with dysmenorrhea and irregular periods diagnosed with dystocia dystrophia syndrome. അത് കേട്ടിട്ടുണ്ടോ? ഡിസ്റ്റോഷ്യ ഡിസ്ട്രോഫിയ സിൻഡ്രോം. പഴയ ഒരു ടെർമിനോളജിയാണ്. ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന ടെർമിനോളജി അല്ല. ബട്ട് അന്ന് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരുടെ പെൽവിസ് എന്തായിരിക്കും? വാട്ട് ടൈപ്പ് ഓഫ് പെൽവിസ് ഇസ് സീൻ ഇൻ ദിസ് പേഷ്യന്റ്? ഒരു ഒബീസ് ആയിരിക്കും, ഷോർട്ട് ആയിരിക്കും, പെൻഡുലസ് അബ്ഡോമൻ ആയിരിക്കും, അവർക്ക് ഡിസ്മെനോറി ഉണ്ടാവും, ഇറഗുലർ സൈക്കിൾസ് ഉണ്ടാവും, ഒരു PCOD. നമ്മുടെ അന്ന് ഈ PCOD എന്നുള്ള പേരൊക്കെ വരുന്നതിന് മുമ്പ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന പേരാണ് ഡിസ്റ്റോഷ്യ ഡിസ്ട്രോഫിയ സിൻഡ്രോം. പെൽവിസസ് ഇങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും പെൽവിസ്? ആൻഡ്രോയിഡ്, പ്ലാറ്റിപ്പലോയിഡ്, ആന്ത്രപ്പോയിഡ്, ഗൈനക്കോയിഡ്. ആൻഡ്രോയിഡ് പെൽവിസ് ഒരു മെയിൽ ടൈപ്പ് പെൽവിസ് ആയിരിക്കും. Patient stocky, bull neck, broad shoulders, short, subfertility, dysmenorrhea, oligomenorrhea, irregular cycles, preeclampsia കൂടുതലായിരിക്കും. ആൻഡ്രോയിഡ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷൻ കൂടുതലായിരിക്കും. ഡീപ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ്, ദർ ഇസ് എ ചാൻസ് ഓഫ് ലാക്ടേഷൻ. ഈ ടെർമിനോളജി പക്ഷെ ഇപ്പൊ നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഐ തിങ്ക് ആദ്യത്തെ ഒരു PCOD ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. PCOD ആൾക്കാര് കുറച്ചിങ്ങനെ ഉണ്ടാവില്ലേ അവരുടെ ഡിസ്ക്രിപ്ഷൻ. We'll go to the next question. 28-year-old term primary gravida gave birth to a male baby by face-to-pubis delivery. Which type of pelvis is this mode of delivery commonly seen with? നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരം പറയാം. Gynecoid, anthropoid, android, platypaloid. Yes, anthropoid. Very good. Face-to-pubis delivery is anthropoid. കാരണം റിവേഴ്സ് റൊട്ടേഷൻ വരും. ഓക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷൻ വന്ന നല്ലോണം എത്രയാ പറയുക 45, 90, 135 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ആൻറ്റീരിയർ ഓക്സിപിറ്റോ ആൻറ്റീരിയർ ആയിട്ട് വളഞ്ഞു പോയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് യൂഷ്വലി. പക്ഷെ കുറച്ച് പേര് 30% ബേബീസിന്റെ ഹെഡ് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഡയറക്റ്റ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ ആയിട്ട് ഫേസ് ടു പ്യൂബിസ് ആയിട്ട് ഡെലിവറി ചെയ്യും. ഓക്കെ, then obstetrician performing clinical pelvimetry finds that the smallest transverse diameter is 8 centimeter. Which of the following parameter has she assessed? ആകെ ഒരു ഒബ്സ്റ്റട്രീഷ്യന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇൻലെറ്റിൽ ഒരു ഡയമീറ്ററും ഉണ്ട്, ഔട്ട്ലെറ്റിൽ ഒരു ഡയമീറ്ററും ഉണ്ട്. ഇന്റർസ്പൈനസ്, ഒബ്സ്റ്റട്രിക് കോൺജുഗേറ്റ്, ട്രൂ കോൺജുഗേറ്റ്, ഇന്റർട്യൂബറസ് ഡയമീറ്റർ. ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആണെന്ന് ഓർക്കണം. എനിവൺ?
ഒബ്സ്റ്ററ്റിക് കോൺജുഗേറ്റ് അല്ല. ഒബ്സ്റ്ററ്റിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇൻലെറ്റില് നമ്മളുടെ ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ 3 ഉണ്ട്. മുകളിലുള്ള ട്രൂ കോൺജുഗേറ്റ്, ഒബ്സ്റ്ററ്റിക് കോൺജുഗേറ്റ് ആൻഡ് ഡയഗണൽ കോൺജുഗേറ്റ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ സിംഫൈസിസ് പ്യൂബിസിന്റെ മോൾ ഭാഗത്ത് നിന്ന് സേക്രൽ പ്രൊമോട്ടറി വരെ പോകുന്നത് ട്രൂ കോൺജുഗേറ്റ്. സിംഫൈസിസ് പ്യൂബിസിന്റെ ഉൾവശത്ത് നിന്ന് സേക്രൽ പ്രൊമോട്ടറി, എല്ലാം കോമൺ പോയിന്റ് സേക്രൽ പ്രൊമോട്ടറിയാണ്. ഒബ്സ്റ്ററ്റിക് കോൺജുഗേറ്റ്. സിംഫൈസിസ് പ്യൂബിസിന്റെ താഴെ നിന്ന് സേക്രൽ പ്രൊമോട്ടറി വരെ പോകുന്നത് ഡയഗണൽ കോൺജുഗേറ്റ്. ഈ ഡയഗണൽ കോൺജുഗേറ്റ് ഡയറക്ട്ലി മെഷർ ചെയ്യും, പക്ഷെ അത് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ ആണ്. ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താ? ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. interspinous diameter. It's the smallest transverse pelvic diameter. Interspinous diameter or രണ്ട് സ്പൈനും തമ്മിലുള്ള സ്പേസ് ആണ്. So this is useful in predicting obstructed labor. Obstetric conjugate എന്ന് പറയുന്നത് smallest anteroposterior diameter. So, okay, that is the interspinous diameter. So ഇതാണ് ഞാൻ പറഞ്ഞത്. Diameters of the pelvic inlet, അത് sacrum, ഇപ്പുറത്തെ symphysis pubis, ട്രൂ മുകളില്, ഏറ്റവും മുകളിൽ ട്രൂ, നടുക്കുള്ളത് ഒബ്സ്റ്റട്രിക്, താഴെയുള്ള ഡയഗണൽ, TOD ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ഫീറ്റൽ ഹെഡ്? ബൈപെറൈറ്റൽ, സബോക്സിപിറ്റോഫ്രോണ്ടൽ, സബോക്സിപിറ്റോബ്രഗ്മാറ്റിക്, ബൈടെമ്പറൽ. Bitemoral, very good. Rahil, bitemoral diameter is the smallest. So distance between the antero-inferior end of the coronal sutures, and usually it is 8 centimeter. It's the smallest engaging diameter എന്ന് പറയാം bitemoral. Biparital 9.5 ആയിരിക്കും. Suboccipitofrontal എന്ന് പറയുന്നത് anteroposterior diameter of the fetal head. ഈ fetal headന് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റേഴ്സും ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഡയമീറ്റേഴ്സും ഉണ്ട്. അതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഡയമീറ്റർ ബൈപെറൈറ്റൽ ഡയമീറ്റർ ആണ്, വേറസ് ബൈടെമ്പറൽ ആണ് സ്മോളസ്റ്റ് എന്ന് ഓർക്കുക. ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റേഴ്സിന് സബോക്സിപിറ്റോഫ്രോണ്ടൽ, ഓക്സിപിറ്റോഫ്രോണ്ടൽ, സബോക്സിപിറ്റോബ്രഗ്മാറ്റിക്. അതിൽ സബോക്സിപിറ്റോബ്രഗ്മാറ്റിക് ആണ് നല്ല വെൽ ഫ്ലെക്സ്ഡ് ഹെഡിൽ വരുന്ന ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ. അതിന്റെ മെഷർമെന്റ് 9.5 centimeter. അപ്പോൾ BPD 9.5, സബോക്സിപിറ്റോബ്രഗ്മാറ്റിക്കും 9.5 എന്ന് വെച്ചാൽ നല്ല വെൽ ഫ്ലെക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഹെഡ് എൻഗേജ് ചെയ്യുമ്പോൾ അതൊരു പന്ത് പോലെ റൗണ്ട് ആയിരിക്കും, സ്ഫെരിക്കൽ ആയിരിക്കും. വേറെ ഡീഫ്ലെക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് സബോക്സിപിറ്റോഫ്രോണ്ടലിലാണ് എൻഗേജ് ചെയ്യുന്നതെങ്കിൽ ആൻഡ്രോപോസ്റ്റീരിയർലി കുറച്ച് നീണ്ടിരിക്കും. അപ്പോൾ നാച്ചുറലി ഡെലിവറി കുറച്ച് ഡിലേഡ് ആവും. ബൈമാസ്റ്റോയിഡ് ആണ് ട്രാൻസ്വേഴ്സ് സ്മോളസ്റ്റ് ഡയമീറ്റർ, പക്ഷെ അത് ക്ലിനിക്കലി റിലവന്റ് അല്ല, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് എൻഗേജ്. സോ ഈ ഒരു പിക്ചറും എപ്പോഴും നമുക്ക് അറിയണം. ഈ ഒരു ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 32 do you want to screenshot എടുത്തോളൂ. Okay. A 32-year-old woman in labor is referred to tertiary center. On PV, the resident notes that the fetus is in brow presentation. Then the largest diameter of the fetal skull is engaged. That is the diameter ആയിരിക്കും. Occipitofrontal, biparital, submendovertical. Yes, mendovertical. സബ്മെന്റോവെർട്ടിക്കൽ ആണെങ്കിൽ അത് ഏതിനായിരിക്കും? ഫേസിനായിരിക്കും അല്ലെ. ഇവിടെ മെന്റോവെർട്ടിക്കൽ ആണ്. സോ മെന്റോവെർട്ടിക്കൽ ബ്രോയിലാണ്. അതിന്റെ മെഷർമെന്റ് 14 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് ആ ബ്രോയില് യാതൊരു കാരണവശാലും ഡെലിവറി പോസിബിൾ അല്ലാത്തത്. സോ ഇതും സ്ക്രീൻഷോട്ട്, ഡയബറ്റീസ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. എൻഗേജിങ് ഡയമീറ്റർ സ്കൾസ് വേരി വിത്ത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫീറ്റൽ. അപ്പോൾ സബോക്സിപിറ്റോബ്രഗ്മാറ്റിക് കംപ്ലീറ്റ് ഫ്ലെക്ഷനില്, സബോക്സിപിറ്റോഫ്രോണ്ടൽ ഇൻകംപ്ലീറ്റ് ഫ്ലെക്ഷൻ, ഓക്സിപിറ്റോഫ്രോണ്ടൽ നല്ല ഡീഫ്ലെക്സ്ഡ് ഹെഡിൽ, മെന്റോവെർട്ടിക്കൽ പാർഷ്യൽ എക്സ്റ്റൻഷൻ, സബ്മെന്റോവെർട്ടിക്കൽ പാർഷ്യൽ എക്സ്റ്റൻഷൻ, ഇൻകംപ്ലീറ്റ് എക്സ്റ്റൻഷനും പാർഷ്യൽ എക്സ്റ്റൻഷനും ഒക്കെ വരുമ്പോൾ സബ്മെന്റോബ്രഗ്മാറ്റിക്കും സബ്മെന്റോവെർട്ടിക്കലും ഒക്കെ വരുമ്പോൾ ഫേസ് ആയിട്ടാണ് വരിക, എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ബേബിയുടെ ഹെഡിൽ തന്നെയാണ്. ഹൗ മെനി ഫ്രോണ്ടൽ എല്ലേസ് ആർ പ്രസന്റ് ഇൻ എ ന്യൂ ബോൺ? ഇത് എല്ലാവർക്കും അറിയുന്നതാണ്.
കറക്റ്റ് ആണ് കേട്ടോ. ഡി ആണ്. 6 frontally fibrous membrane covered gaps between the membrane. Anterior frontally is called the brecma. അത് കംപ്ലീറ്റ്ലി ക്ലോസ്. ഇതൊക്കെ പോയിന്റ്സ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാവുന്നതാണ്. തിയറി അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ വരുന്നില്ലെങ്കിൽ പോലും ഒരു തിയറി പോലെ ഒരു ബേസിക് നോളജ് ആയിട്ട് ചോദിക്കാം. ആന്റിയർ ഫ്രോണ്ടലിലെ ക്ലോസസ് ബൈ 24 months of age. പോസ്റ്റീരിയർ ഫ്രോണ്ടലിലെ is called lambda, that closes by 2 months of age. പിന്നെ 2 sphenoid frontaliലെ 2 mastoid frontaliലെ. അപ്പോൾ 2, 4, 5, 6. 2 sphenoid, 2 mastoid, 1 posterior, 1 anterior. These are the frontal alleles. അടുത്ത ക്വസ്റ്റ്യൻ. A 24-year-old primigravida delivered a full-term male baby by assisted forceps delivery. The next day, you notice swelling over the infant's head that is limited by suture line. അതാണ് suture lines limited ആണെന്നുള്ളതാണ് നമ്മുടെ key point. Which of the following is true regarding the swelling? Tension in the swelling varies on crying, may cause jaundice. It contains edematous fluid. It is usually present at birth. Anyone? It may cause jaundice ആണ് true. This is likely to be cephalhematoma. അപ്പോൾ അവിടെ ബ്ലഡ് വന്നിട്ട് കളക്ട് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ബിലിറൂബിൻ കൂടും. cephalhematoma സബ്പെരിയോസ്റ്റലാണ്. It is never present at birth. 12 to 24 hours കഴിഞ്ഞിട്ടേ വരുള്ളൂ. Swelling is limited by suture lines as the pericranial margins. അപ്പുറത്തോട്ട്. Then tension in the swelling varies with crying in meningocele. അത് ടെൻഷൻ ഇൻ ദ സ്വെല്ലിംഗ് വേരി ചെയ്യുന്നത് മെനിഞ്ചോസീലിലായിരിക്കും. ഇഡിമാറ്റസ് ഫ്ലൂയിഡ് ആണെങ്കിൽ അത് കാപ്പുട്ട് സക്സിഡീനം ആയിരിക്കും. കാപ്പുട്ട് സക്സിഡീനം പ്രസന്റ് അറ്റ് ബർത്ത് ആയിരിക്കും. ഇനി കാപ്പുട്ട് സക്സിഡീനം ആൻഡ് cephalhematoma. മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് എക്ടോപിക് പ്രഗ്നൻസി. Most common site of ectopic pregnancy is fallopian tube. 95% fallopian tube ആയിരിക്കും. ആംപുള, അതിൽ fallopian tube തന്നെ ആംപുളയാണ് 70% ഓഫ് ദ എക്ടോപിക്. മോസ്റ്റ് കോമൺ സൈറ്റ് ടു ലീസ്റ്റ് കോമൺ സൈറ്റ് എന്ന് വെച്ച് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആംപുളയിലായിരിക്കും, പിന്നെ ഇസ്തമസിലായിരിക്കും, ഫിബ്രിയയിലായിരിക്കും, ഇൻഡസ്റ്റീഷ്യൻ. അപ്പോൾ ഒരു എക്ടോപിക്കിന്റെ എല്ലാ പൊസിഷനിലും നോക്കുമ്പോൾ ട്യൂബ് ആവാം, സെർവിക്സ് ആവാം, അബ്ഡോമിനൽ ആവാം, കോർണൽ ആവാം, സ്കാർ എക്ടോപിക് ആവാം. അതിൽ മോസ്റ്റ് കോമൺ ചോദിച്ചു കഴിഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബാണ്. ഓവറിയിലും ആവാം, വെരി റയർലി. ഫെലോപ്പിയൻ ട്യൂബില് ആംപുലയാണ് മോസ്റ്റ് കോമൺ സൈറ്റ്. Color Doppler findings seen in a tubal pregnancy. A. Enhanced blood flow in uterine artery. B. Area stellar reaction. C. Ring of air pattern. D. Whirlpool sign. അതിന് ഉത്തരം പറഞ്ഞോ? റിംഗ് ഓഫ് ഫയർ ആണ് കേട്ടോ. സീൻ ഓൺ കളർ ഡോപ്ലർ ഇൻ എ ട്യൂബൽ എക്ടോപി. ദിസ് ഇസ് ഡ്യൂ ടു പ്ലസന്റഡ് ബ്ലഡ് ഫ്ലോ ഇൻ ദ ട്യൂബൽ പ്രഗ്നൻസി. ഇനി ക്രൈറ്റീരിയ ഫോർ അബ്ഡോമിനൽ. ഞാൻ നേരത്തെ പറഞ്ഞു എക്ടോപിക് അബ്ഡോമിനലിലും വരാം. അബ്ഡോമിനൽ എക്ടോപിക് പ്രഗ്നൻസി, പ്രൈമറി അബ്ഡോമിനൽ എക്ടോപിക് പ്രഗ്നൻസി ഈസ് നോൺ ആസ് റുബിൻ ക്രൈറ്റീരിയ, സ്റ്റഡിഫോർഡ്, സ്പീഗൽബർഗ്, ആംസെൽസ്. ഇത് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. എനിവൺ? ആരെങ്കിലും പറയാനുണ്ടോ? സ്റ്റഡിഫോർഡ്, പ്രൈമറി അബ്ഡോമിനലില് സ്റ്റഡിഫോർഡ് ക്രൈറ്റീരിയ ആണ്. ട്യൂബ്സും എല്ലാം ബൈലാറ്ററൽ ട്യൂബ്സ് ഒക്കെ നോർമൽ ആയിരിക്കും. സ്പീഗൽബർഗ്സ് ക്രൈറ്റീരിയ ഓവേറിയൻ പ്രഗ്നൻസി, അവിടെ ഓവറിയിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും എന്താ പറയുക ടിഷ്യൂ, എക്ടോപിക് ടിഷ്യൂ. റുബിൻ ക്രൈറ്റീരിയ ഫോർ സർവൈക്കൽ പ്രഗ്നൻസി. ഓക്കെ. Which of the following is the most frequent cause of spontaneous abortion in first trimester pregnancy? ഇത് വളരെ എപ്പോഴും നമ്മൾ MBBS ഫൈനൽ എന്താ പറയുക എപ്പോഴും പറയുന്നതാണ് ഏർലി പ്രഗ്നൻസി ലോസിൽ. ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ സ്പോണ്ടേനിയസ് അബോർഷന്റെ മോസ്റ്റ് കോമൺ കോസ്: അബ്രപ്ഷൻ, കൊറിയോമ്യൂണൈറ്റിസ്, ക്രോമോസോം അബ്നോർമാലിറ്റി, സർവൈക്കൽ ഇൻകോമ്പറ്റൻസ് ഓർ സർവൈക്കൽ ഇൻസഫിഷ്യൻസി. എനിവൺ?
ക്രോമോസോമൽ അബ്നോർമാലിറ്റി. സോറി, എൻ്റെ ഇത് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. See, 50% of miscarriages are anembryonic. There is no identifiable. 50% are embryonic. Developmental abnormality ആണ് 25%. Chromosomal aneuploidies ഒക്കെയാണ്. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. While performing the USG assessment of a woman at 28 weeks, you note her amniotic fluid index to be 12.8. When does this parameter reach its maximum value? എന്ന് വെച്ചാൽ amniotic fluid volume maximum ആവുന്നത് ഏത് gestation ഏജിലാണ്? 32, 33, 34, 35. 32 വീക്സിലാണ് മാക്സിമം. 34 കഴിഞ്ഞ at 34 വീക്സ്, അത് 32, 34 വീക്സിൽ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് ദെൻ 34 മാക്സിമം ആയി, thereafter അത് കുറയും. അതുകൊണ്ടാണ് 36 കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് യൂട്രസിന്റെ ഫണ്ടൽ ഹൈറ്റ് വരുന്നത്. ഓക്കെ. USG of a multigravida at 28 weeks of gestation revealed an amniotic fluid index of 25 centimeter. This can be seen in all except ഏത് കണ്ടീഷനിലായിരിക്കും വരാത്തത്? ഫ്ലൂയിഡ് കൂടുതൽ, ഡയബറ്റിസ് മെലിറ്റസ്, പ്രിയക്ലാംസിയ, ഈസോഫേഗിയൽ എട്രീസിയ, ഓപ്പൺ സ്പൈന ബൈഫിഡ. എനിവൺ? പ്രിയക്ലാംസിയയിൽ ഒളിഗോഹൈഡ്രാമിയസ് വരെ പോളിഹൈഡ്രാമിയസ് വരിക. What is the minimum cutoff for defining proteinuria in a random urine sample? ഇപ്പോൾ ഇത് വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. 0.3 gram per liter ആണ്. Cutoff for defining proteinuria is more than or equal to 30 milligram per 0.3 gram per liter. Random urine PC ratio 0.3 milligram percentage. Protein more than 2 plus on urine dipstick. Proteinuria is not an essential criteria. A 28-year-old G2P1 at 17 weeks of gestation comes for a routine antenatal visit. Her BP is 142/94. Repeat blood pressure after 4 hours is measured to be 148/92. What is the most probable diagnosis? Preeclampsia ആണോ? 17 weeks ആണ്. Preeclampsia superimposed on chronic hypertension ആണോ? It is? Yes. It is chronic gestational hypertension അല്ല, chronic, because 20 weeksന് മുമ്പ് വരുന്നത് കൊണ്ട് probably it is chronic hypertension. Gestational hypertension diagnosed only after 20 weeks of gestation. Which of the following does not put a patient at an increased risk of preeclampsia? ഈ കണ്ടീഷനിലൊക്കെ preeclampsia കൂടുതലായിരിക്കും except in one of this: twin pregnancy, family history of hypertension, പുതിയ paternity, new paternity, smoking. ദാറ്റ് ഇസ് ഓൾവേസ് എപ്പോഴും നമ്മൾ ബുക്കിൽ വായിക്കുന്നത് സ്മോക്കിംഗ്. അതൊരു അനക്ഡോട്ടലാണ്. അത് ഇപ്പോൾ അതിങ്ങനെ കുറച്ച് എവിഡൻസുകൾ സംഹൗ സ്മോക്കിംഗ് കൂടുതലുള്ള കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ പാസീവ് സ്മോക്കിംഗ് ഉള്ളവരുടെ ഹൈപ്പർ ടെൻഷൻ കുറവെന്ന്. പക്ഷെ ദർ മേ ബി മൾട്ടിപ്പിൾ റീസൺസ്. റിസ്ക് ഫാക്ടേഴ്സ് എപ്പോഴും എങ്ങനെയാ? പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് പ്രിയക്ലാംസിയ, പ്രൈമി ഗ്രാവിഡ, യങ് പ്രൈമി, എൽഡർലി പ്രൈമി, ഫാമിലി ഹിസ്റ്ററി ഓഫ് പ്രിയക്ലാംസിയ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ പ്ലസൻറ്റോസസ്, പിന്നെ ട്വിൻസ് ആണെങ്കിൽ വരാം, ഇനി പ്ലസന്റൽ ഇസ്കീമിയ വരാം, ഈ ത്രോംബോഫീലിയാസ് വന്നാൽ, ദെൻ മോളാർ പ്രഗ്നൻസി. പിന്നെ പ്രൈമിക്ക് കൂടുതലായിരിക്കും, കാരണം പറ്റേണൽ എക്സ്പോഷർ ആദ്യമായിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് occur in patients developing preeclampsia? The first question, A, abnormal trophoblastic invasion of uterine vessels, maladaptive immunological tolerance to fetal antigens, maladaptation to cardiovascular changes of normal pregnancy, and increased placental perfusion due to inflammation. ആരും ഉത്തരം പറയുന്നില്ലല്ലോ. ഇത് എളുപ്പമല്ലേ? ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ചോദ്യമാണ്. It is increased decreased ആണ് placental perfusion. Then 24-year-old primary gravida at 22 weeks of gestation came for a regular ANC. Her BP is 152/96. Urine shows proteinuria 3+. All the following would be consistent with the probable diagnosis except. ഇപ്പൊ നമ്മൾ കുറച്ച് ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസിലോട്ട് കടന്നു. വേഗം ഉത്തരം പറയണം. 22 weeks, BP 150/90, യൂറിനിലെ proteinuria 3+, thrombocytopenia കാണാം, ഹീമോളസിസ് കാണാം, increased hemoglobin കാണാം, low fibronectin കാണാം. Yes, placental perfusion is reduced, low fibronectin. Very good. D ആണ് ഉത്തരം. It's not a feature of preeclampsia. അത് കൂടുതലും ഏതാ? PPROM ലാണ്.
predictor ആണ്. cervical circlage, pectoral circlage for incompetent cervix. ഇൻകോമ്പിറ്റൻസിൽ നമ്മൾ കിട്ടുന്നത് purse string suture ആണ്. ക്വസ്റ്റ്യൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് റീസെന്റ് ചേഞ്ച് വന്ന ഒരു ആക്ട് ആണ്. MTP ലീഗലൈസ്ഡ് അപ് ടു വിച്ച് ജസ്റ്റേഷണൽ ഏജ് ഇൻ ഇന്ത്യ? യെസ്, ആരെങ്കിലും ഉത്തരം പറഞ്ഞോ? 24 വീക്സ്. വെരി ഗുഡ്. ഇപ്പൊ അത് 24 ആക്കി. പുതിയ ആക്ട് വന്നത് ഒക്ടോബർ 2021 ആണ്. പണ്ടാണെങ്കിൽ 20 വീക്സ് വരെ, 12 വീക്സ് തൊട്ട് വരെ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ 2 ഡോക്ടർമാർ വേണം. അപ് ടു 12 വീക്സ് ഒരു ഡോക്ടറും, 12 to 20 വീക്സ് വരെ 2 ഡോക്ടറും. 20 കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കോർട്ട് ഓർഡർ ഒക്കെ വേണം, അല്ലെ മെഡിക്കൽ ബോർഡ്, അങ്ങനെ കുറച്ച്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ 20 വീക്സ് വരെ ഒരു ഡോക്ടർ, 20 to 24 വീക്സ് വരെ 2 ഡോക്ടർ. ആഫ്റ്റർ 20 വീക്സ്, ഈവൻ ആഫ്റ്റർ 20 വീക്സ് മെഡിക്കൽ ബോർഡ് ക്യാൻ ഡിസൈഡ്. ഒരു സ്പെഷ്യൽ അത് പറയും, സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വിമൻ ഉണ്ട് ഈ പുതിയ MTP ആക്ടിൽ. സർവൈവർ ഓഫ് സെക്ഷൽ അബ്യൂസ്, മൈനർ ഗേൾസ്, റേപ്പ് വിക്ടിംസ്, ഇൻസെസ്റ്റ് വിക്ടിംസ്, ഡിസേബിൾഡ് വിമൻ, ഇവരൊക്കെ അപ് ടു 24 വീക്സിൽ 2 ഡോക്ടർമാര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെർമിനേഷൻ പറയാം. Then, what is the significance of a double bleb sign? Impending or frank pregnancy failure, ectopic pregnancy, molar pregnancy, or no failure? So, that is ഈ ഡബിൾ ബ്ലബ് എന്ന് പറയുന്നത് ജസ്റ്റേഷൻ സാക്കിന്റെ അടുത്ത് തന്നെ വേറൊരു ഉണ്ട പോലെ 2 വട്ടമായിട്ട് കിട്ടും. ദെൻ ടിഫ, നമ്മൾ എപ്പോഴും ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് ടിഫ, ടാർഗറ്റഡ് ഇമേജിംഗ് ഫോർ ഫീറ്റൽ അനോമലി, ടാർഗറ്റഡ് ഇമേജിംഗ് ഫോർ ഫേറ്റൽ അനോമലി. ഇറ്റ് ഈസ് ടാർഗറ്റഡ് ഇമേജിംഗ് ഫോർ ഫീറ്റൽ അനോമലി, ടിഫ സ്കാൻ. കംപ്ലീറ്റ് മോളിന്റെ ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് പറയും? കംപ്ലീറ്റ് മോൾ 2 മോളുണ്ട്, കംപ്ലീറ്റ് മോളുണ്ട്, പാർഷ്യൽ മോളുണ്ട്. കംപ്ലീറ്റ് മോൾ മറ്റേണൽ ഒറിജിൻ, കാരിയോടൈപ്പ് 46XX, ട്രിപ്ലോയിഡ്, മോസ്റ്റ്ലി ഡൈസ്പെർമിക്. കംപ്ലീറ്റ് മോൾ ബി ആണ് ഉത്തരം. കാരിയോടൈപ്പ് 46XX ആണ്. എന്തുകൊണ്ടാ? ഡിപ്ലോയിഡ് ഉള്ളി പെറ്റേണൽ DNA ഉള്ളൂ. എഗ് എംറ്റിയാ. ഒരു എംറ്റി എഗ് ഷെല്ലിൽ പോയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് കംപ്ലീറ്റ് മോൾ വരുന്നത്. യാതൊരു കാരണവശാലും there will be no പോർഷൻ ഓഫ് എന്തെങ്കിലും ഒരു ബേബിയുടെ ഒന്നും കാണില്ല, ഫുൾ വെസിക്കിൾസ് ആയിരിക്കും. അത് 46XY ആവാം, YY ആവാം, XX ആവാം, ഒക്കെ വരുന്നത് പെറ്റേണൽ ആണെന്ന് മാത്രം. പാർഷ്യൽ മോൾ ആൻഡ് കംപ്ലീറ്റ് മോൾ ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ബൈ ഓൾ എക്സെപ്റ്റ് പ്ലോയിഡി സ്റ്റാറ്റസ്, HPR, P57 കിപ് ടു സ്റ്റെയിനിങ്, സീറം ബീറ്റ SCG ലെവൽ. ഏത് വെച്ചിട്ടാണ് ഇവരെ 2 തരത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ഓൾവേസ് ഡി. HCG ലെവൽസ് 2ലും ഹൈ ആയിരിക്കും. കംപ്ലീറ്റ് മോളിൽ ഡിപ്ലോയിഡ് ആണ്, പാർഷ്യൽ മോളിൽ ട്രിപ്ലോയിഡ് ആണ്. പിന്നെ എൻറ്റയർലി പെറ്റേണൽ ആണ് കംപ്ലീറ്റ് മോൾ. പാർഷ്യൽ മോളിൽ പെറ്റേണലും ഒറിജിനും ഉണ്ട്. P57 കിപ് ടു ഇമ്യൂണോസ്റ്റെയിനിങ് നെഗറ്റീവ് ആയിരിക്കും കംപ്ലീറ്റ് മോൾ. വേറാസ് P57 മ്യൂട്ടേഷൻ ഇമ്യൂണോഹിസ്റ്റോകെമിസ്ട്രി പോസിറ്റീവ് ആണെങ്കിൽ അത് പാർഷ്യൽ മോളാണ്. ഇതാണ് ടിപ്പിക്കൽ ഫൈൻഡിങ് ഓഫ് എ കംപ്ലീറ്റ് മോൾ. സ്നോ സ്റ്റോം അപ്പിയറൻസ്. Which is a cyst associated with vesicular mole? Theca lutein cyst. അതുപോലെ 1 മോളാർ പ്രഗ്നൻസി വന്ന റെക്കറൻസ് റേറ്റ് 2%, 2 മോളാർ പ്രഗ്നൻസി വന്ന റെക്കറൻസ് റേറ്റ് സഡൻലി ജംപ്സ് ടു 20%. റീസസ് ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻ ഇസ് ലൊക്കേറ്റഡ് ഓൺ വിച്ച് ക്രോമോസോം? ഇത് പറഞ്ഞേ പറ്റൂ. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ക്രോമോസോം പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നതാണ്. ABCD. എനിവൺ? എല്ലാവരും ഉറങ്ങി തുടങ്ങി തോന്നുന്നു, സാറ്റർഡേ ആയതുകൊണ്ട്. It is short arm of chromosome 1. Antigens of which of the following blood group system do not cause alloimmunization in a newborn fetus? Kid-Ebenes, Kell, Lewis. Lewis ആണ് alloimmunization ആക്കാത്തത്. Highly immunogenic Kell ആണ്. A pregnant Rh negative woman presents for a regular antenatal checkup. Her indirect womb test is negative. When would you give a prophylactic? ഒരു Rh നെഗറ്റീവ് അമ്മ സെക്കൻഡ് പ്രഗ്നൻസി വരുമ്പോൾ നമുക്ക് ചില ഫസ്റ്റ് പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആന്റി-ഡി കൊടുക്കാം. ദാറ്റ് ഇസ് കോൾഡ് ആന്റിനേറ്റൽ പ്രൊഫൈലാക്റ്റിക് ആന്റി-ഡി. ആ ഇമ്മ്യൂണൈസേഷന് മുമ്പേ കൊടുക്കുന്നതാണ്. അത് എപ്പോൾ കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈവൺ ആറ്റ് വിച്ച് വീക്സ്? 28 വീക്സ്. അത് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് വിത്തിൻ 72 hours ബേബി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം. ഈ റുട്ടീൻ ഓഫ് അറ്റ്-റിസ്ക് പ്രഗ്നൻസി വിത്തിൻ 72 hours കൊടുത്തു കഴിഞ്ഞാൽ ഡിക്രീസസ് ദ അല്ലോഇമ്മ്യൂണൈസേഷൻ ബൈ 90%.
അഡീഷണലി ഇത് 28 വീക്സിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം 2% എന്ന് 0.1% ആവും. അപ്പോൾ ഭയങ്കര വല്ലാതെ നന്നായി കുറയും. Which of the following in RH negative patients does not require anti-D prophylaxis? ഇതിൽ ഏത് സംഭവത്തിനാണ് ആന്റി-ഡി പ്രൊഫിലാക്സിസ് വേണ്ടാത്തത്? മിസ്കാരേജ്, CVS, amniocentesis, കൊറിയൻ വില്ലസ്, postpartum hemorrhage. ആരും ഉത്തരം പറയുന്നില്ല. PPH ആണ് ഉത്തരം. എല്ലാ പ്രൊസീജിയേഴ്സിനും കൊടുക്കണം. ആൻഡ് എക്ടോപിക് ആണെങ്കിൽ പോലും കൊടുക്കണം. സ്പോണ്ടേനിയസ് അബോർഷൻ, ഇലക്റ്റീവ് അബോർഷൻ, IUD ഒക്കെ കൊടുക്കണം. ആംനിയോസെന്റസിസ്, ഫീറ്റൽ ബ്ലഡ് സാമ്പിളിംഗ്, ECG ചെയ്താൽ എക്സ്റ്റേണൽ സെഫാലിക് വേർഷൻ ബേബിയെ തിരിച്ചിട്ടാൽ കൊടുക്കണം. ഡെലിവറി കഴിഞ്ഞാൽ കൊടുക്കണം. ട്രോമ ഉണ്ടെങ്കിൽ, അപ്പോൾ ഒരു വയറിലൊരു ട്രോമ, അബ്ഡോമിനൽ ട്രോമ ഉണ്ടെങ്കിൽ, അബ്രപ്ഷൻ ഉണ്ടെങ്കിൽ, അൺഎക്സ്പ്ലെയിൻഡ് ഒരു വെജാൽ ബ്ലീഡിംഗ് ആയിട്ട് പേഷ്യൻ്റ് വന്നൊക്കെ നമ്മൾ ആന്റി-ഡി കൊടുക്കണം. Korean villus sampling was performed on a G2P1 RH native woman at 10 weeks. What is the dose? Anti-D എത്ര കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എത്ര ഡോസ് കൊടുക്കണം? 50 മൈക്രോഗ്രാം മതി. പക്ഷെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും 300 കൊടുക്കും. ബിയോണ്ട് 12 വീക്സ് ആണെങ്കിൽ നമ്മൾ 300 തന്നെ കൊടുക്കണം. ഓക്കെ, 300 മൈക്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു അപ് ടു 30 ml ഓഫ് ഫീറ്റൽ ഹോൾ ബ്ലഡ് ഫീറ്റൽ ഹെമറേജിനെ പ്രൊട്ടക്ട് ചെയ്യും. In modern obstetrics, which of the following investigation is used for monitoring the fetus of an RH negative sensitized mother? ഇതൊരൊറ്റ ഉത്തരേ ഉള്ളൂ. ഇത് എളുപ്പം പറയാൻ പറ്റണം. ആരും പറയുന്നില്ല. ഐ തിങ്ക് 1 hour ആയി. എനിക്ക് തോന്നുന്നു MCA ഡോപ്ലർ ആണ്. MCA PSV മോർ ദാൻ 1.5 MOM ഉണ്ടെങ്കിൽ that means baby is affected, baby is anemic. Ultrasound done on an RH negative pregnant woman to screen hydrops. What is the earliest sign? Scalp edema ആണ് earliest sign. Subcutaneous scalp edema is also known as halo sign. Other signs എന്തൊക്കെയാന്ന് വെച്ചാൽ ascites, pleural effusion, pericardial effusion, and that position is called Buddha position. Actually, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് സമയം കുറച്ചായി. ഒരു 5-6 ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ കൂടെ ആയിട്ട് നിർത്താട്ടോ. ഇത് 2 ക്ലാസ് ആയിട്ട് എടുത്തിരുന്നതാണ്. ഓക്കെ, മെക്കാനിസം ഓഫ് ഇവിടെ നിന്ന് തൊട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ് ആയിട്ട് എടുത്തിരുന്നത്. ഷുഡ് ഐ കണ്ടിന്യൂ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഓർ വി ക്യാൻ വൈൻഡ് അപ്പ് ആൻഡ് ദെൻ പറ്റുവാണെങ്കിൽ ഒന്നും കൂടെ വേറൊരു ക്ലാസ് ആയിട്ട് എടുക്കാം. ഇത് 1 hour കൂടുതലാവുമ്പോൾ എല്ലാവരുടെയും അറ്റൻഷൻ പോകും. സ്വപ്നയുണ്ടോ? കണ്ടിന്യൂ ചെയ്യണോ? ഐ എം ഹാപ്പി ടു കണ്ടിന്യൂ. അതങ്ങ് തീരുമായിരുന്നു. നോക്കാം. ഓക്കെ, സോ മെക്കാനിസം ഓഫ് ലേബറിൽ what is engagement? Normal labor engagement is said to occur when the greatest transverse diameter of the head or the biparietal diameter has passed the pelvic inlet. Well flexed head engaging diameter is നമ്മൾ നേരത്തെ പറഞ്ഞതാ. Well flexed head engaging diameter is suboccipitobregmatic. All are true about posterior asignatism except it's known as Litzmann's obliquity. Sagittal suture is deflected towards the pubic symphysis. It is more in multi. Posterior parietal bone or the posterior parietal bone becomes a pressing part. ഇതിൽ തെറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ പോസ്റ്റീരിയർ ഏസിഗ്നറ്റിസം എന്ന് പറയുന്നത് ലിറ്റ്സ്മാൻസ് ആണ്, പോസ്റ്റീരിയർ പരൈറ്റൽ ആണ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ മോർ കോമൺ പ്രൈമിയാണ്. മൾട്ടിയിൽ ഇത് കുറവാണ്. മൾട്ടിയിൽ കാണുന്നത് ആന്റീരിയർ ഏസിഗ്നറ്റിസം ഓർ നേഗ്ലേസ് ഒബ്ലിക്വിറ്റി ആണ്. Then, what is true regarding left occipito anterior? Posterior frontal is easily felt in the left anterior quadrant of the pelvis. Sagittal suture in the left oblique diameter. Anterior frontal easily felt in the right posterior quadrant. None of the above.
പോസ്റ്റ് പൊസിഷൻ ഹെഡ് LOA അല്ലെങ്കിൽ LOT ആയിരിക്കും. അപ്പോൾ ഓക്സിപിറ്റും പോസ്റ്റീരിയർ ഫ്രോണ്ടലിലെയും ലെഫ്റ്റ് ആന്റീരിയർ ക്വാഡ്രന്റിലായിരിക്കും. ആ പടം നോക്കിയാൽ അറിയാം. സാജിറ്റൽ സ്വിച്ചർ എപ്പോഴും റൈറ്റ് ഒബ്ലിക് ഡയമീറ്ററിലായിരിക്കും. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബ്രീച്ച്, ഫ്രാങ്ക് ബ്രീച്ച്, കംപ്ലീറ്റ് ബ്രീച്ച്, ഫുട്ട് ലിങ്ക് ബ്രീച്ച്. ഫ്രാങ്ക് ബ്രീച്ച് ആണ്, അത് 2.2, അതാണ് ഏറ്റവും കൂടുതൽ ബ്രീച്ച് വരുന്നത്. കംപ്ലീറ്റ് ബ്രീച്ച് എന്ന് പറയുന്നത് ഫീറ്റ് അടുത്ത് വന്ന് ലെഗ്സ് ഫ്ലെക്സ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്ന പോലെ, കുത്തിയിരിക്കുന്ന പോലത്തെ ബ്രീച്ചാണ്. ഫുട്ട് ലിങ്ക് എന്ന് പറയുന്നത് കാല് താഴോട്ടിട്ടിരിക്കുന്നത്. ഫ്രാങ്ക് ബ്രീച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ടേമില് ബ്രീച്ചിന്റെ ടേമിൽ ഇൻസിഡൻസ് 3 to 4%. Slide moving. I'm sorry. 3 to 4%. Maximum incidence 32 weeks 10 to 15%. Most common cause of breach, അത് എപ്പോഴും ചോദിക്കുക, പ്രിമച്യൂരിറ്റി ആണ് കേട്ടോ. കാരണം ഏർലി 20% ആയിരിക്കും 20 വീക്സിൽ, അത് കഴിഞ്ഞ് പതുക്കെ ബേബീസ് ടേം ആകുമ്പോൾ 3% ബ്രീച്ച് ആയിട്ടിരിക്കും. Causes of breach include fetal growth restriction, congenital disorders, anencephaly, hydrocephaly, oligohydramnios, polyhydramnios, അല്ലെങ്കിൽ placenta previa, multiple pregnancy, pelvic tumors, or contracted pelvis. Most common complication associated with breach. Breachന് ഏറ്റവും കൂടുതൽ കാണുന്ന complication, cord prolapse, asphyxia, mechanical lesion, perinatal mortality. കോഡ് പ്രൊലാപ്സ് ആണ്. അതുകൊണ്ടാണ് ബ്രീച്ച് എപ്പോഴും, അത് ഫുട്ട് ലിങ്ക് ബ്രീച്ച് എസ്പെഷ്യലി, അത് തന്നെ കൂടുതലായിട്ട് കോഡ് പ്രൊലാപ്സ് വരുന്നത് 15% ഫുട്ട് ലിങ്കിൽ വരും. അതുകൊണ്ട് ഫുട്ട് ലിങ്ക് കണ്ടാൽ നമ്മൾ ഉടനെ പിന്നെ അതിന് വെജൽ ഡെലിവറിക്ക് വെക്കൂല, ഇൻ ലേബർ പോകാൻ സമ്മതിക്കില്ല. 15% കോഡ് പ്രൊലാപ്സ് വന്നു കഴിഞ്ഞാൽ ഫീറ്റൽ ആസ്ഫിക്സ് വരും. അപ്പോൾ we'll go for cesarean section. Which of the following is not a contraindication for vaginal breech delivery? Multi-fetal pregnancy, congenital anomaly, foot link presentation, contracted pelvis. അത് മൾട്ടി ഫീറ്റൽ ട്വിൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെക്കാം, പക്ഷെ അല്ല, കൺജനിറ്റൽ അനോമലി, ഫുട്ട് ലിങ്ക് പ്രസന്റേഷൻ. സോ മൾട്ടി ഫീറ്റൽ പ്രഗ്നൻസി എന്ന് വെച്ചാൽ ട്വിൻ ആണെങ്കിലും ഫസ്റ്റ് ബ്രീച്ച് ആണെങ്കിൽ വെക്കില്ല എന്നേ ഉള്ളൂ, സെക്കൻഡ് ബ്രീച്ച് ഡെലിവറിക്ക് വെക്കാം. കോൺട്രാഇൻഡിക്കേഷൻ ഓഫ് വെജൈനൽ ബ്രീച്ച് ഡെലിവറി, കൺട്രാക്റ്റഡ് പെൽവിസ് ആണെങ്കിൽ വെക്കില്ല, പ്ലസന്റ പ്രീവിയ ആണെങ്കിൽ, കൺജനിറ്റൽ ഡിസോർഡേഴ്സ്, ഹൈഡ്രോകെഫാലിസ് ഒക്കെ ഉണ്ട്, നമ്മൾ വെക്കില്ല. ഫുട്ട് ലിങ്ക്, മാക്രോസോമിയ, IUGR, അതല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒബ്സ്റ്റട്രീഷ്യൻ who is not well versed in taking a breech delivery. Most effective method to reduce the incidence of breech at term, external cephalic version. 50% ഇൻസിഡൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 37 വീക്സിൽ തന്നെ ECV ചെയ്യണം. സക്സസ് 65%, അതിൽ 75%ഉം വൺ സക്സസ്ഫുൾ ദേ വിൽ ഡെലിവർ വജൈനലി. ബ്രീച്ച് തിരിച്ച് സെഫാലിക് ആയാലും 25% പേഷ്യൻസ് മേ ഗോ ഫോർ സിസേറിയൻ സെക്ഷൻ. അതും നിങ്ങൾക്ക് വേണേ MCQ ആയിട്ട് ചോദിക്കാം. All of the following about occipito posterior is true except occipito posterior is responsible for most cases of prolonged labor and second stage delay. That's true. Occipito posterior is the most common cause of a mobile head at term. Maybe that's true. Then fetal back is seen on the right side of vertex, and this predisposes to ROP. Posterior insertion of placenta favors a posterior position. Answer endanu? ആൻഡ് ബാക്കി ആദ്യത്തെ എയും ബിയും സിയും കറക്റ്റ് ആണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ പോയിന്റ് ആന്റീരിയർ ഇൻസർഷൻ ആണ് പോസ്റ്റീരിയർ പൊസിഷൻ വരുന്നത്. ഫോളോയിങ് ആർ ഡയഗ്നോസ്റ്റിക് ക്ലൂസ് ഓഫ് റൈറ്റ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ എക്സെപ്റ്റ് സബ്-അംബിലിക്കൽ ഫ്ലാറ്റനിങ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ബാക്ക് ആന്റീരിയർലി, ലിംസ് ആർ ഫെൽറ്റ് ഈസിലി ആന്റീരിയർലി, ബാക്ക് ക്യാൻ ബി ഫെൽറ്റ്. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലെ. 3 ആണ് ആൻസർ. ബാക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. എൻഗേജിങ് ഡയമീറ്റർ ഇൻ ഓക്സിപിറ്റോ പോസ്റ്റീരിയർ സബ് ഓക്സിപിറ്റോ frontal diameter. Engaging diameter in occipito posterior, suboccipito frontal. All the following are true about shoulder presentation except incidences. One shoulder presentation എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ലൈലാണ്, 1 in 500. Denominator is acromion. Acromion എന്ന് പറഞ്ഞാൽ ഷോൾഡർ ഉണ്ട് ഇവിടെ. Ballotable head in one flank and breech in the other flank. Dorsal anterior, limbs are felt anteriorly. വളരെ ഒബ്വിയസ് ആൻസർ ആണ് അല്ലെ. ഡോർസം ആന്റീരിയർലി വരുമ്പോൾ ലിംസ് എന്തായാലും കിട്ടില്ല. അപ്പൊ ആൻസർ 4 ആണ്, D ആണ്. All the following are true about shoulder presentation except ഇത് പറഞ്ഞു, sorry. Corpora chondroplicata in shoulder transverse line shoulder presentation വരുമ്പോൾ ബേബി മടങ്ങി ഡെലിവറി ആയി വരുന്നതാണ്. സ്പോണ്ടേനിയസ് എക്സ്പെൽഷൻ where breech and trunk are expelled followed by the head. അതാണ് കോർപോറ ഡബിൾഡ് അപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ, സോറി. കോർപോറ കോൺഡ്രോപ്ലൈക്കേറ്റ.
In chin to pubis rotation in breech, the maneuver done is ഈ ബ്രീച്ചില് chin to pubis rotate ചെയ്ത് ഇത് വരുന്നത്. maneuver done is Prague maneuver. അതെന്ന് വെച്ചാൽ റെയർ സിറ്റുവേഷൻ ആണ്. പോസ്റ്റീരിയർ ബാക്ക് പോസ്റ്റീരിയറിൽ പോവും. അപ്പം ബേബിയുടെ ഫേസ് ബോളിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ തിരിച്ച് സ്വങ് ഇത് ചെയ്യണം. അതിനാണ് പ്രേഗ് മാനുവർ. Which of the following is the most common type of twin pregnancy? BCDA, MCDA, MCMA, or DCMA, dichorionic monoamniotic. What do you think? It is dichorionic diamniotic. നമ്മൾ എപ്പോഴും കാണുന്നത് അല്ലേ? ഡൈക്കോറിയോണിക് ഡയമനിയോട്ടിക്കിൽ 80% ഫ്രറ്റേണൽ ട്വിൻസ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഡൈസൈഗോട്ടിക് ആയിരിക്കും. That is 20% will be monozygotic. So this is the type of twins. Which is the most common type of monozygotic? Dichorionic, monochorionic diamniotic. അതിൽ ക്ലീവേജിന്റെ ഡേയ്സ് പഠിച്ചു വെക്കണേ. മോറുലാർ ക്ലീവേജ് ആവുന്നത് ഒരു ഫസ്റ്റ് 1 to 3 ഡേയ്സിന്റെ ഇടയിൽ നേരത്തെ ക്ലീവ് ചെയ്ത രണ്ടുപേർക്കും 2 പ്ലസന്റയും 2 അറയും കിട്ടും. ഡൈക്കോറിയോണിക് ഡയമനിയോട്ടിക്. കുറച്ചുകൂടെ വൈകി ഡിവൈഡ് ചെയ്താൽ മോണോകോറിയോണിക് ഡയമനിയോട്ടിക് ആവും. അതിലും കഴിഞ്ഞ് 8 to 13 ഡേയ്സ് കഴിഞ്ഞിട്ട് ക്ലീവേജ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും രണ്ടുപേരും ഒരൊറ്റ അറയിലാണ്, മോണോകോറിയോണിക് മോണോആംനിയോട്ടിക്. ഇനിയും ലേറ്റ് ആയി പോയാൽ 13 ഡേയ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ they become conjoined twins. Most common conjoined twins seen is Omphalophagus, Thoracopagus 40%, Omphalophagus 33%. Thoracopagus രണ്ടാമത്തേതാണ് most common. Fertilization of 2 ova released in different cycle is called fetus superfetation. Superfetation. An abnormal pregnancy in which one fetus is dead in early pregnancy before 14 weeks and that fetus is reabsorbed and the pregnancy continues with one fetus is called as fetus vanishing twin. A pregnant woman with thalassemia major presents at 24 weeks of gestation with fatigue and shortness of breath. Which of the following is not true regarding the management? Paternal iron therapy is the treatment of choice. Parental iron therapy കൊടുക്കാൻ പാടില്ല. You should avoid both oral and parental iron. This is because they are already iron overloaded out. അപ്പൊ ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രഗ്നൻസി ആകുമ്പോൾ അയൺ കീലേറ്റിംഗ് ഏജന്റ് ഒക്കെ നിർത്തി ഫോളിക് ആസിഡ് മാത്രം കൊടുത്ത് ന്യൂമോവാക് ഒക്കെ കൊടുത്ത് ന്യൂമോകോക്കൽ വാക്സിൻ കൊടുത്ത് ബ്ലഡ് കൊടുത്ത് വേണം HB ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. Patient diagnosed with preeclampsia was brought to the emergency with 3 episodes of general tonic-clonic seizure, urinary incontinence, altered. Which of the flow is regarding is true? MRI-ൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇതെന്താണ്? This is PRESS, posterior reversible leukoencephalopathy syndrome. So, reversible ആണ്. Usually കാണുന്നത് posterior, that is anti-posterior circulation ആണ്. Severe headache, altered sensorium, seizure, visual disturbance ഒക്കെ ആയിട്ട് വരുന്നത്. Which of the following statements is false regarding pathogenesis of preeclampsia? അതിൽ ഡിക്രീസ് ഇൻ ലെവൽ, ഇതിൽ വെച്ചാൽ ഇതൊക്കെ ശരിയാണ്. വാസ്കുലർ സെൻസിറ്റിവിറ്റി ടു ആൻജിയോടെൻസിൻ 2 ഇൻക്രീസ് ഡൗൺ, ആൻജിയോടെൻസിനേസ് ആക്ടിവിറ്റി റെഡ്യൂസ് ഡൗൺ, ഇൻക്രീസ് ഇൻ SFLT 1 ലെവൽ, ആൻഡ് ഡിക്രീസ് ഇൻ ദ ലെവൽ അല്ല, ഇൻക്രീസ് ഓഫ് സോളുബിൾ എൻഡോഗ്ലിൻ. Increase in the level of soluble endoglin. Our excess amounts of anti-angiogenic factors, increase sensitivity to angiotensin, decrease angiotensinase, ഇതെല്ലാം hypoxia കൂട്ടും. Which of the following statement is false regarding the management of hyperglycemia? Hyperglycemia, metformin crosses the placenta, diet is the first line, HbA1c at the end of trimester, insulin is the first line. So metformin cross ചെയ്യില്ല. And teratogenic effect ഇല്ല. Metformin crosses the placenta, പക്ഷേ teratogenic effect ഇല്ല. ഇതുവരെ teratogenicity പറഞ്ഞിട്ടില്ല. പക്ഷെ insulin is the actually preferred treatment because it does not cause the placenta. Diabetic diet നമ്മൾ diabetic diet 30 kilocalories per kg for normal BMI, 24 kilocalorie per kg for overweight women, and 12 kilocalorie. അത് വളരെ morbidly obese.
ഇവിടെ HbA1c നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ലെസ് ദാൻ 5, ശരിക്കും 6.5 ആണ് പറയുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ലെസ് ദാൻ 6ൽ വെച്ച് ഇരിക്കാനാണ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ് ഇൻ GDM, ഗ്ലൈബൻക്ലമൈഡും മെറ്റ്ഫോമിനും സേഫ് ആണ്. 29-year-old woman with overt diabetes comes to you for preconceptual counseling. Which of the following congenital heart defects are least likely to occur? ഏതാണ് കോമണസ്റ്റ് ഏതാണെന്നാണ് ഉദ്ദേശിച്ച് ചോദിക്കുന്നത്. ഇത് ലീസ്റ്റ് ലൈക്ലി ടു ഒക്കർ എന്ന് പറയുമ്പോൾ ടെട്രോളജി ഓഫ് ഫാലോ ഇസ് യൂഷ്വലി കാണാറില്ല ഡയബറ്റീസിൽ. ഡയബറ്റീസിൽ കാണുന്നത് VSDയും ASDയും TGAയും ആണ് കാണാറ്. Woman at 37 weeks with icterus nausea, yellowish discoloration, abnormal LFT, acute fatty liver of pregnancy, which is false. Symptoms improve post-delivery, more common in first pregnancy, associated with female fetus, occurs due to heterozygous defect of fatty acid oxidation. Answer C ആണ്, associated with female. ആൺകുട്ടികൾ പ്രഗ്നൻസി, ആൺകുട്ടികളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് AFLP മോർ കോമൺ. ആൻഡ് ട്വിൻസിൽ കൂടുതലാണ്, ഒബീസിറ്റിയിൽ കൂടുതലാണ്. First pregnancy. 24-year-old lady with rheumatic MS becomes pregnant. At what point during her pregnancy would you be least concerned? എന്ന് വെച്ചാൽ ഈ MS ആയിട്ട് വന്നാലും കാർഡിയക് ഫെയിലർ ഇല്ലാതെ ഇരിക്കാൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരേ ഒരു സമയം എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. 24 weeks of gestation. ആ സമയത്ത് കാർഡിയക് ഫെയിലർ സാധാരണ കാണില്ല. ഏർലി ട്രൈമസ്റ്ററിലും വരാം, ലേറ്റ് 32 weeks കഴിഞ്ഞാൽ വെരി ഹൈ റിസ്ക്. NYHA classification is New York Heart Association classification. അത് functional classification. Dyspnea at rest, dyspnea with even small activity. ഇതൊക്കെയാണ് NYHA. Then രണ്ട് സ്കോറിംഗ് സിസ്റ്റം ഉണ്ട് കാർഡിയക് പേഷ്യൻസിന്. കാർപ്രെക് സ്കോറും സഹാറ സ്കോറും. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. കാർഡിയക് ഡിസീസ് ഇൻ പ്രഗ്നൻസി സ്കോർ എന്നാണ് പറയുക. അപ്പോൾ അത് പ്രീവിയസ് കാർഡിയക് ഇവന്റ്, ടൈപ്പ് ഓഫ് ലീഷൻ, പ്ലസന്റ ഇജക്ഷൻ ഫ്രാക്ഷൻ, സ്മോക്കിംഗ്, ഇങ്ങനത്തെ എല്ലാം വെച്ചിട്ടാണ് അവർ സ്കോറിംഗ് സിസ്റ്റം. അഡ്വേഴ്സ് ഔട്ട്കം വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്കോറുകളാണ് കാർപ്രെഗും സഹാറയും. Which of the following statements is false regarding hypertrophic cardiomyopathy? Most affected patients are asymptomatic during pregnancy. Diuretics are generally not used in this patient. She may develop chest pain, palpitation, and syncope. Most common cause of death is cardiac failure. Most common cause of death is cardiac failure ആണ്. അല്ല, കാർഡിയക് ഫെയിലിയർ കൊണ്ടല്ല, വെൻട്രിക്കുലർ ടാക്കി അറിത്മിയ വന്നിട്ടാണ് ഡെത്ത് ആവുന്നത്. What is a parameter? Which parameter is not included in biophysical profile? Fetal breathing, fetal movement, fetal heart rate, fetal tone. Actually, fetal heart rate നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് FHRലെ NST ആണ് നോക്കുന്നത്. ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നുള്ളൂ. Then, what is a biomarker for PPR? ഇതൊരു one word answer ആണ്. ആർക്കെങ്കിലും അറിയാമോ ബയോമാർക്കർ ഫോർ PPR? ഒരു ഉത്തരം പറയുന്നില്ല. Placental alpha microglobulin, IGF, actin prom, fetal fibronectin, alpha fetoprotein, placental protein. ഇതെല്ലാം fetal liver decidua. Okay. Then, glycoprotein synthesized by decidua, amniotic fluid concentration. Best predictor in a woman with a prior history of preterm birth. Cervical length less than 25 millimeter. Then, active management of third stage of labor. Oxytocin, 5 units IV bolus once the anterior shoulder is delivered, 10 units intramuscularly, controlled contraction, and uterine massage. Patient who has completed the third stage of labor following vaginal delivery, what is the minimum amount of blood loss required for her to be diagnosed as PPH? PPH എന്ന് പറഞ്ഞാൽ എത്ര ml പോകണം? 500 ml മതി. ഓക്കെ, മോർ ദാൻ 500 ml ഉണ്ടെങ്കിൽ PPH. സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ മോർ ദാൻ 1000. പക്ഷെ ഇപ്പോൾ ആ ഡെഫിനിഷൻ ACOG ഗൈഡ് ലൈനിൽ നിന്ന് മാറി. അത് whichever blood loss which causes hypovolemia or hemodynamic instability ആണ് PPH ആയിട്ട് കണക്കാക്കുന്നത്. Grand multi had continuous moderate vaginal bleeding immediately after delivery. What could be the most probable cause of bleeding in this patient? Uterine atony. It's the most common cause. Failure of the uterus to contract sufficiently. Types of primary അല്ലെങ്കിൽ within 24 hours, secondary PPH,
secondary atony after 24 hours. Which of the following occurs does not increase the risk of BPH? Oligofibroid preeclampsia. Easy answer. Polyhydramniosലാണ് BPH കൂടുതൽ. ബി ലിഞ്ച് സ്വിച്ച്. ഇതിൽ ഏതാണ് ബി ലിഞ്ച് സ്വിച്ച്? ഡി ആണ് കേട്ടോ ഉത്തരം. ബി ലിഞ്ച്. മറ്റേത് ചോസ് ആണ്. Then endometrial regeneration starts by which day? 7th day. Completed by 10th. അപ്പോൾ ശരിക്കും ഒരു ഡെലിവറി കഴിഞ്ഞാൽ 7th ഡേയിൽ റീജനറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-12 ദിവസം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. ആൻഡ് പ്ലസെന്റൽ സൈറ്റിലുള്ളത് അറൌണ്ട് 6 വീക്സ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 6 വീക്സ് പിപ്പേറിയം നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഹൗ ലോങ് ഡസ് ഏർലി പിപ്പേറിയം? ഏർലി പിപ്പേറിയം എന്ന് പറയുന്നത് അപ് ടു 1 വീക്ക് ആഫ്റ്റർ ഡെലിവറി ആണ്. Immediate up to 24 hours, early puparium up to 7 days, late puparium 6 weeks to 42 days. After 6 weeks or 40, how many weeks of postpartum uterus will be a pelvic organ? ഇതൊരു സ്ഥിരം പണ്ട് ഞങ്ങളെയൊക്കെ ചോദിച്ചിരുന്നത്. 2 വീക്സിലാണ് ഇത് പെൽവിക് എന്ന് വെച്ചാൽ 12 വീക്സ് സൈസ് ആവുന്നത് എപ്പോഴാണ്? പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പാൽപ്പബിൾ ആവില്ലല്ലോ. 2 വീക്സ്. Which of the true is true regarding puparium? Number of muscle fiber decreases, diametral cell size decreases, uterus weighs 1000 gram, decreased activity of diametral cell size decreases. That is true. Number കുറയില്ല, സൈസേ കുറയുള്ളൂ. What is the contribution of postpartum diuresis? കുറെ കഴിയുമ്പോൾ കുറേ യൂറിൻ പോകും. വെയിറ്റ് ലോസ് ഒരു ഏകദേശം 2 to 3 kg will be reduced by in the postpartum period. Previously energetic woman complains of crying, loss of appetite, sleep കുറവ്, low self-worth since 3 days of normal vagina. ഇതൊരു ഒരാഴ്ച നിന്നു. Then it reduced progressively. What is the best time to assess her condition? എന്തായിരിക്കും ടേം? എന്തായിരിക്കും? പോസ്റ്റ് പാർട്ടം ബ്ലൂ. 1 വീക്ക് കഴിഞ്ഞും പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. up to 3 to 5 days. 50% ആൾക്കാർക്ക് പോസ്റ്റ്പാർട്ടം ബ്ലൂ ഉണ്ടാവും. Okay, we have actually come to the end of this question series. So I hope it was useful for you. So shall we wind up? Okay. So any doubts, anything? So actually ഇതൊക്കെ വെറുതെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളത് പോലെ. So you can go back, refer back to your notes, go through the questions, write the points, ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് വേഗം വേഗം അതിൽ റിവൈസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, സോ ഗുഡ് നൈറ്റ് എവ്രി വൺ. ഇച്ചിരി ലേറ്റായി നമ്മുടെ ക്ലാസ്. Thank you so much for participation. Shall I leave? Okay.